എന്നേട്ടാ ഇന്നലെ പറഞ്ഞത് ഏഴ് ക്യാമറയോ? അതെ, ഈ ക്യാമറ എന്നോട് അമ്പലവയലിൽ നിന്നുള്ള ചേട്ടൻ തന്റെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഇതേപോലെ തന്നെ നിങ്ങളും ഇത് വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട എല്ലാവർക്കും മന്തി. എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ഇസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ വേൾഡ് കപ്പ് കഴിഞ്ഞു അല്ലേ? വേൾഡ് കപ്പ് കഴിഞ്ഞു. സ്പെയിൻ കപ്പെടുത്തു. അപ്പോ വേൾഡ് കപ്പില് അർജന്റീന, ബ്രസീല്, പോർച്ചുഗല്, ഫ്രാൻസ്, അങ്ങനെ എല്ലാ രാജ്യക്കാരുടെയും ഫാൻസ് തമ്മിൽ ഒരു ഭയങ്കരമായിട്ടൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ഫൈറ്റിനിടയിൽ നിന്ന് ഭയങ്കരമായ രീതിയിലുള്ള വെല്ലുവിളികൾ. ഇത് എല്ലാ വേൾഡ് കപ്പിലും നടക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും മെസ്സിയുടെ ഫാൻസ് ഉണ്ട്, നെയ്മറിന്റെ, റൊണാൾഡോ ഫാൻസ് ഉണ്ട്. എല്ലാവരും പരസ്പരം വെല്ലുവിളികൾ, ആഘോഷങ്ങൾ, ഫ്ലെക്സ്, അത് ഇത് എന്തൊക്കെയാണ്. അപ്പം ഇതിന്റെ പേരിൽ തല മൊട്ടയടിക്കും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പലരും ബെറ്റ് വെച്ച് വെല്ലുവിളികളൊക്കെ നടത്തുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് എത്ര പേര് അത് നടപ്പിലാക്കുന്നുണ്ട് എന്നാണ്, തന്റെ വാക്ക് പാലിക്കുന്നുണ്ട് എന്നുള്ളതിനാണ് കാര്യം. നമ്മൾ ഇത്തവണത്തെ ഒരു വയനാടൻ ബെറ്റുവെപ്പ് വാതുവെപ്പ് നമുക്ക് നോക്കിയാൽ, വാതുവെപ്പല്ല, വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു തീർപ്പായിരുന്നു. ഇപ്പൊ നമ്മുടെ വയനാട് അമ്പലവയലിൽ നിന്നൊരു ചേട്ടൻ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്റെ എന്താ പറയാ, സ്പെയിൻ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മന്തി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞത്. അവിടെ പിന്നെ എല്ലാവർക്കും മന്തി കൊടുക്കും, അതിന് യാതൊരു പ്രശ്നമില്ല. ചേട്ടൻ അവിടെ എന്തോ പച്ചക്കറി കട, എന്തോ ചെറിയ ബിസിനസ് നടത്തുന്ന ആളാണ്. പക്ഷെ ആൾ ഭയങ്കര സ്പെയിനിന്റെ ആരാധകനാണ്. എന്തായാലും ജയിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ആ വീഡിയോ നോക്കാം. സ്പെയിൻ ഈ 2026 വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞാൽ അമ്പല ടൗണിൽ എല്ലാവർക്കും മന്തി എന്റെ വക. എല്ലാവർക്കും മന്തി ഫ്രീ. എല്ലാവർക്കും ഈ അമ്പല ടൗണിൽ എത്രായിരം ജനം വരുന്ന അവർക്കൊക്കെ മന്തി. അമ്പല ടൗണിലാട്ടോ, ഒരാൾക്കൊന്നുമല്ല, എല്ലാവർക്കും മന്തി നമ്മളെ വക. സ്പെയിൻ കപ്പടിക്കും. ഓ, താങ്ക് യു ഏട്ടാ. ഞാൻ സ്പെയിൻ വേണ്ടി കാത്തിരിക്കണം. സ്പെയിൻ ജയിക്കാൻ വേണ്ടി കാത്തിരിക്കണം. എന്തായാലും സ്പെയിൻ ജയിച്ച മന്തി ഇട്ടല്ലോ, ഉറപ്പല്ലേ? ഞാൻ അങ്ങോട്ട് വരാം. എല്ലാവരും ചോദിക്കുന്നു മന്തി ഇന്നുണ്ടോന്ന്. എന്താണ് നിങ്ങളെ? അത് ക്യാമറ എന്താ അത് ക്യാമറ ക്യാമറ അതൊക്കെ ഇറങ്ങിയോ? ക്യാമറ അതിപ്പോ ഏത് ക്യാമറ വീഡിയോ ഉണ്ടാക്കിയതാണ്. ഏത് മന്തി കൊടുക്കാന്നുള്ളതാ? ആ വീഡിയോ നിങ്ങൾ പറഞ്ഞിട്ടില്ല? ക്യാമറ നിങ്ങൾ മന്തി കൊടുക്കാന്ന് പറഞ്ഞില്ല? പറഞ്ഞിട്ടില്ല. അത് ഇതിപ്പോ ശരിക്കും വീഡിയോ ആയിരുന്നു. ഓ, ഞാൻ ഒരുപാട് അങ്ങ് പ്രതീക്ഷിച്ചു മന്തി. എന്നാലും എന്റെ ചേട്ടാ, മന്തി പറഞ്ഞ വാക്ക് പാലിച്ചേക്കണേ. സ്പെയിൻ കപ്പടിച്ചാൽ മന്തി വിളങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വാക്ക് പാലിച്ചു. ഓക്കെ. നമ്മള് വാക്ക് പാലിച്ചിരിക്കുന്ന. മന്തി വളമെന്നത് സ്പെയിൻ കപ്പടിച്ചു, മന്തി വളമെന്ന് പറഞ്ഞു, മന്തി വളമെന്നു വാക്ക് പാലിച്ചിരിക്കുന്നു. ബ്രോ, നിങ്ങളല്ലേ പറഞ്ഞ ഇന്നലെ അത് ക്യാമറ കൊണ്ടെടുത്ത വീഡിയോ ആണ്. ഇപ്പൊ എന്ത് പറ്റി? മന്തി നാട്ടുകാര് വെറുതെ വിട്ടില്ലല്ലേ? ചേട്ടന്റെ മുഖത്ത് എന്താണ് ഭയങ്കരമായിട്ടൊരു വിഷമം. ആ വിഷമിച്ചിട്ടാണ് പാവം. എന്തൊരു ഗതികേടാണ്. എന്തൊക്കെയായാലും വിഷമത്തോടെ ആണെങ്കിലും പാവം അത് ഒപ്പിച്ചു കൊടുത്തു എല്ലാവർക്കും. മന്തി എന്നുള്ള വാക്ക് പുള്ളിക്കാരൻ പാലിച്ചു. എനിക്ക് തോന്നുന്നത് പുള്ളി സത്യത്തിൽ ഒരു അർജന്റീനൻ ഫാനാണ്. അർജന്റീന എന്തായാലും കപ്പെടുക്കും, മെസ്സി അടിക്കും, ഗോളടിക്കും, കപ്പെടുക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന. പക്ഷെ പുള്ളിക്ക് പാടെ തെറ്റി. സ്പെയിൻ കപ്പെടുത്ത പട്ടിമുടി തെറ്റി. ഒരു ആവേശത്തിന് കയറി പറഞ്ഞതാണ് എല്ലാവർക്കും മന്തി, ആയിരക്കണക്കിനോ എത്ര പേർക്ക് വേണമെങ്കിലും മന്തി കൊടുക്കാം, തീർത്ഥത്തോളം വരെ കൊടുക്കാന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അത് പുള്ളിക്ക് തന്നെ ആപ്പിലായി. ട്രോളുകൾ പെരുമഴയായതോടെ പുള്ളി പെട്ടു എന്ന് തന്നെ പറയാം. പിന്നെ വേറെ നിവൃത്തിയില്ല, എന്തായാലും കൊടുക്കാം. അതാണ് സംഭവം. നമ്മൾ ബെറ്റ് വെക്കുന്നതിലും തെറ്റില്ല. പക്ഷെ നമ്മുടെ കപ്പാസിറ്റി നോക്കി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം മാത്രം ചെയ്യാൻ നിൽക്കുക. ആവശ്യമില്ലാത്ത തലമുട്ടയടിക്കും, മീശ പിടിക്കും, താടി പിടിക്കും എന്നൊക്കെ വെറുതെ കിടന്നിങ്ങനെ ബെറ്റ് വെക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ കഴിഞ്ഞ ഇലക്ഷനൊക്കെ തന്നെ കണ്ടതാണ്. ആവശ്യമില്ലാത്ത ഒരു കേസ് കെട്ടുകൾ തലയിൽ വലിച്ചു വെച്ചിട്ട് അവസാനം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ട്രോള് മേടിച്ചു വെക്കേണ്ട അവസ്ഥ വരരുത്. ചേട്ടന്റെ ഈ അവസ്ഥ കാണുമ്പോഴാണ് ആ കണ്ണീരൊന്ന് തുടച്ചിട്ട് പറ എന്ന് പറയേണ്ട ഒരു ഗതികേട്. എന്തായാലും താങ്ക് യു ചേട്ടാ. നിങ്ങൾ ഒരുപാട് വിഷമത്തോടു കൂടിയാണെങ്കിലും ഈ കാര്യം എല്ലാവർക്കും ചെയ്തു കൊടുത്തല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ അവരവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. പിന്നെ അടുത്ത വേൾഡ് കപ്പ് വരെ, അല്ലെങ്കിൽ എല്ലാ വേൾഡ് കപ്പിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞ ട്രോള് ഏറ്റുവാങ്ങേണ്ടതായിട്ട് ചിലപ്പോൾ വരും. എന്തായാലും ഇനി മേല ഇങ്ങനത്തെ പരിപാടികൾ ഇനി ഏതായാലും നിങ്ങൾ കാണിക്കുമെന്ന് തോന്നുന്നില്ല. ഇതോടുകൂടി ഒരു പാഠം പഠിച്ചിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഇത് വെല്ലുവിളി നടത്തുന്ന എല്ലാവരോടും കൂടിയാണ്. നമ്മളിപ്പോ ഒരു ബെറ്റ് വെക്കാന്ന് വെച്ചാൽ ഒരു 10 സിപ്പപ്പ് മേടിച്ചു കൊടുക്കാന്നൊക്കെ പറ, ചെയ്യാൻ പറ്റുന്ന പറ. അതല്ലാതെ ആവശ്യമില്ലാതെ ഇങ്ങനെ വെല്ലുവിളിയൊക്കെ നടത്തി. ഏതായാലും പുള്ളി മന്തിയിൽ ഒതുക്കിയാ നന്നായി. വേറെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ തെണ്ടിപ്പോയേനെ. എന്തായാലും കൊള്ളാം. ഇങ്ങനെ വാതുവെപ്പ് നടത്തുന്ന, വെല്ലുവിളികൾ നടത്തുന്ന, ബെറ്റിംഗ് നടത്തുന്ന ഒരുപാട് പേരുണ്ട്.
അവർക്കെല്ലാം ഇതൊരു പാഠമായിരിക്കട്ടെ. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.